കൊണ്ട് ചിന്തിപ്പിക്കും. നിങ്ങൾക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ കാണും, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അനുഭവിക്കാൻ പോകുന്നതായിരിക്കും ഈ സിനിമ പറയാൻ പോകുന്നത്. സോ എല്ലാവരും നമ്മൾ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ലല്ലോ അല്ലേ? ചെയ്തിട്ടില്ല. അപ്പോൾ ഈദ് റിലീസാണ് നമ്മുടെ പടം. നിങ്ങൾ സമയം കിട്ടുന്നതനുസരിച്ച് ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കാണുക. നിങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന കാശിന് വർത്തായിരിക്കും ഈ സിനിമ. പിന്നെ വേറെന്താ പറയുക, എൻ്റെ പ്രണയത്തെക്കുറിച്ച് പറയണമെന്ന് പറഞ്ഞു. അതൊരു വലിയ കഥയാണ്. അത് ഞാൻ ഇവിടെ പറഞ്ഞാലത് കുറേ സമയമെടുക്കും. അപ്പം ലാഗ് ഫീൽ ചെയ്യും. നമ്മുടെ പടത്തിൽ ലാഗില്ല കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ എൻ്റെ പ്രണയകഥ ജീവിതത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ ലാഗ് അടിക്കും. അപ്പോൾ അത് കാരണം ഞാൻ അതിലേക്ക് അങ്ങ് കൂടുതൽ പോകുന്നില്ല. പക്ഷേ ജൂനിയർ കോളേജിൽ ഒരു പെൺകുട്ടി എനിക്ക് ഇഷ്ടമായിരുന്നു. വൺ വേ ട്രാഫിക് ആയിരുന്നു എന്നുള്ളത് ഞാൻ ആ കുട്ടിയുടെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഒരു ക്ലാസ്മേറ്റിൻ്റെ സ്പ്ലെൻഡറിൻ്റെ പുറകിലിരുന്ന് ആ കുട്ടി സഞ്ചരിക്കുന്നത് ഞാൻ കണ്ടു. എൻ്റെ സംശയം പോലെ തന്നെ അത് സത്യമായിരുന്നു. അവർ തമ്മിൽ ഓൾറെഡി ഒരു പ്രണയത്തിലായിരുന്നു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ പ്രണയ കഥ. അങ്ങനെ ജീവിതത്തിൽ ലൂസറായിട്ട് അങ്ങനെ പോയി ലാസ്റ്റ് ഞാൻ വിൻ ചെയ്തു. ഞാൻ അനുപമ എന്ന് പറഞ്ഞ എൻ്റെ ഭാര്യയെ സ്നേഹിച്ചു, ഭാര്യ എന്നെ സ്നേഹിച്ചു. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ കല്യാണം കഴിച്ചു. അങ്ങനെ സൈജു കുറുപ്പ് ജീവിതത്തിൽ ആദ്യമായിട്ട് ജയിച്ചു അനുപമയെ കെട്ടിയിട്ട്. അപ്പം അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ സംഭവിക്കും. നമ്മൾ ലൂസ് ചെയ്യും പലപ്പോഴും. പക്ഷെ അവിടെ നിന്നും നിങ്ങൾ നിരാശരാവല്ലേ. നമുക്കൊരു സമയമുണ്ടാവും, നമ്മൾ ജയിച്ചിരിക്കും. ഇപ്പോൾ സിനിമയിൽ വന്നിട്ട് ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു 8 വർഷം എനിക്ക് ജയം കിട്ടിയില്ലായിരുന്നു. അതിനുശേഷം 2012 ഒരു സിനിമ വന്നു, ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന് പറഞ്ഞ്. അതൊരു വലിയ ഹിറ്റായി, അതിൻ്റെ കഥാപാത്രം ഹിറ്റായി. പക്ഷേ 8 വർഷം എനിക്ക് കാത്തിരിക്കേണ്ടി വന്നു. പക്ഷേ കാത്തിരിപ്പ്, പേഴ്സിസ്റ്റൻ്റ് ആയിട്ടുള്ള കാത്തിരിപ്പ്, നമ്മൾ അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് കരിയർ യൂസ് ചെയ്താലും നമ്മൾ വിൻ ചെയ്യും, അത് ഉറപ്പാണ്. അഭിലാഷത്തിൻ്റെ വേറെ ഒരു ഇതെന്ന് വെച്ചാൽ, ആ കഥയുടെ ഒരു സംഭവം എന്ന് വെച്ചാൽ,